ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു സംഖ്യ പോക്കറ്റാണ്. സംഖ്യകളെ സ്ഥാനവിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രേഖപ്പെടുത്താം. എൻ്റെ കയ്യിൽ സ്ഥാനവില പോക്കറ്റും സംഖ്യ കാർഡുകളുമുണ്ട്. 1000 എന്ന സംഖ്യയെ നമുക്കിവിടെ രേഖപ്പെടുത്താം. ഒന്നുകളുടെ സ്ഥാനത്തും 0, 10കളുടെ സ്ഥാനത്തും 0, 100കളുടെ സ്ഥാനത്തും 0, 1000ന്റെ സ്ഥാനത്ത് 1, 0 ഒന്നുകൾ, 0 പത്തുകൾ, 0 നൂറുകൾ, 1 1000. ഇതിനെ നമുക്ക് 1000 എന്ന് വായിക്കാം. അടുത്തതായി 1001നെ പരിചയപ്പെടാം. ഒന്നുകളുടെ സ്ഥാനത്തെ 0 മാറ്റി അവിടെ ഞാൻ 1നെ വെക്കുന്നു. ഇതാണ് 1001. അടുത്തത് 1002. ഇവിടുത്തെ 1 മാറ്റി അവിടെ നമുക്ക് 2നെ വെക്കാം. ഇതാണ് 1002. അടുത്തത് 1003. ഒന്നുകളുടെ സ്ഥാനത്ത് 3 വന്നാൽ 1003. അടുത്തതായി 1004. ഒന്നുകളുടെ സ്ഥാനത്തെ 3 മാറ്റി ഞാൻ 4 വെക്കുന്നു. ഇപ്പോൾ 1004 ആയി. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 1005 ആണ്. ഒന്നുകളുടെ സ്ഥാനത്തെ 4 മാറ്റി അവിടെ 5 വെക്കുന്നു. ഇപ്പോൾ 1005 ആയി. അടുത്തത് 1006. ഒന്നുകളുടെ സ്ഥാനത്തെ 5 മാറ്റി ഞാൻ 6 വെക്കുന്നു. ഇപ്പോൾ 1006. അടുത്തത് 1007 ആണ്. ഒന്നുകളുടെ സ്ഥാനത്തെ 6 മാറ്റി ഞാൻ 7 വെക്കുന്നു. ഇപ്പോൾ 1007. അടുത്തത് 1008. ഒന്നുകളുടെ സ്ഥാനത്തെ 7 മാറ്റി ഞാൻ 8നെ വെക്കുന്നു. ഇപ്പോൾ 1008. നെക്സ്റ്റ് 1009. ഒന്നുകളുടെ സ്ഥാനത്തെ 8നെ മാറ്റി ഞാൻ 9നെ വെക്കുന്നു. ഇപ്പോൾ 1009. അടുത്തത് 1010 ആണ്. ഇവിടെ 9ന്റെ സ്ഥാനം 0 വെക്കുന്നു. പത്തുകളുടെ സ്ഥാനത്ത് 1 ആണ്. ഒന്നുകളുടെ സ്ഥാനത്ത് 0, പത്തുകളുടെ സ്ഥാനത്ത് 1, നൂറുകളുടെ സ്ഥാനത്ത് 0, ആയിരങ്ങളുടെ സ്ഥാനത്ത് 1000. ഇപ്പോൾ 1010. അടുത്തത് 1030. ഒന്നുകളുടെ സ്ഥാനത്ത് 0, പത്തുകളുടെ സ്ഥാനത്ത് 3, നൂറുകളുടെ സ്ഥാനത്ത് 0, ആയിരത്തിന്റെ സ്ഥാനത്ത് 1. 1030. അടുത്തത് 1045. ഒന്നുകളുടെ സ്ഥാനത്ത് 5, പത്തുകളുടെ സ്ഥാനത്ത് 4, നൂറുകളുടെ സ്ഥാനത്ത് 0, ആയിരത്തിന്റെ സ്ഥാനത്ത് 1. 1045. ഇതുപോലെ ഏത് സംഖ്യകളെയും നമുക്ക് സ്ഥാനവില പോക്കറ്റിൽ ക്രമീകരിക്കാം. താങ്ക് യു.